ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മിന്നും വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നടന്ന 2006 2011 2016 2021 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് ഒരു MLA പോലും ഉണ്ടായിട്ടില്ല. ഒരു MLA പോലും ഉണ്ടാകാത്ത കോഴിക്കോട്ട് ഇത്തവണ കോൺഗ്രസ് മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. ആ മികച്ച വിജയം നേടിയ കോഴിക്കോട് മന്ത്രിസഭയിലേക്ക് ഒരാളെ പരിഗണിക്കണമെന്ന് പാർട്ടി നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയെയോ മുസ്ലിം ലീഗിൽ നിന്നും ഒരു മന്ത്രിയെയോ കോഴിക്കോട് ജില്ലയ്ക്ക് ലഭിച്ചിട്ടില്ല. കോഴിക്കോട് മലബാറിൻ്റെ ആസ്ഥാനമാണ്. കോഴിക്കോട് ഒട്ടനവധി പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലമാണ്. മലബാറിൻ്റെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ മലബാറിൻ്റെ എല്ലാ ആളുകളും ഒത്തുചേരുന്ന ഇടമായ കോഴിക്കോട് 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12 ഇടത്തും വിജയിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് സീനിയർ ആളുകൾ ആരും ജയിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ സീനിയർ ആയിട്ടില്ലെങ്കിലും രാഷ്ട്രീയ രംഗത്ത് ഏറെ സീനിയറായ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഏറെ സീനിയോറിറ്റിയുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത് കോഴിക്കോട് നോർത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അതിലും അപ്പുറം വേണമെങ്കിൽ ഒരു വനിതാ പരിഗണന എന്ന രൂപത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായ വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂരിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുണ്ട്. മുൻ KPCC സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ കൊയിലാണ്ടിയിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. ഇവർ 3 പേരും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാൻ കഴിയാവുന്ന ആളുകളാണ്. അതിലേറ്റവും സീനിയറായ ജയന്തിനെ പരിഗണിക്കാമായിരുന്നു, അല്ലെങ്കിൽ വിദ്യയെ പരിഗണിക്കാമായിരുന്നു. എന്നാൽ ഒരു പേരും പരിഗണിച്ചിട്ടില്ല എന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടായിരിക്കും കോഴിക്കോടിനെ കോൺഗ്രസ് ഇത്തരത്തിൽ തഴഞ്ഞത്? അല്ല, നമുക്കറിയാം, കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വലിയ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ. കാര്യം 13 സീറ്റുണ്ട്. അതിൽ ചേട്ടൻ പറഞ്ഞതുപോലെ 2001 ശേഷം കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത സ്ഥലത്ത് VD സതീശൻ അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു 100 സീറ്റിലേക്ക് എത്തണമെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ കാറ്റെന്നല്ല, കോൺഗ്രസിന് അനുകൂലമായ ഒരു സുനാമി തന്നെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായാൽ മാത്രമാണ് ആ ഒരു സീറ്റിലേക്ക് എത്തുക എന്ന് അന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത 12 സീറ്റ്, ഒരൊറ്റ സീറ്റ് മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് നഷ്ടമായത്. എന്നിട്ടും അവിടെ നിന്ന് ആരെയും പരിഗണിച്ചില്ല എന്ന് പറയുന്നത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മറുവശത്ത് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നേതാക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ ന്യായീകരിക്കാനെങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സീനിയർ ആയിട്ടുള്ള ആരും തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ജയിച്ച് MLA ആയിട്ടില്ല. അപ്പൊ അത് അത്തരക്കാരെ സീനിയർ ആയിട്ടുള്ള ആളുകളെ ജാതി സമവാക്യങ്ങൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയെ തഴയേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെ കോഴിക്കോട് ജില്ലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മന്ത്രി സ്ഥാനമെങ്കിലും അല്ലെങ്കിൽ ഒരാളെങ്കിലും മന്ത്രിയാക്കണമായിരുന്നു. കാര്യം 13-ൽ 12 സീറ്റോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമ്പോൾ ഒരാളെ പരിഗണിക്കാമായിരുന്നു. പക്ഷെ പരിഗണിച്ചിട്ടില്ല. കാരണം മുന്നണി മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയിലെ മുന്നണി മര്യാദകൾ പാലിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ഇപ്പോഴും നമുക്കറിയാം തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ചാണ്ടിയുമ്മന്റെ പേര് മന്ത്രിയാകുമെന്നും ഇല്ല എന്നും 2 അഭിപ്രായമുണ്ട്. അപ്പൊ അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പാർട്ടി. ഐക്യജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുന്നണി മര്യാദകളെല്ലാം പാലിച്ച് എല്ലാവരെയും ടീം UDFനെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ കൊണ്ടുപോകണമെങ്കിൽ ഇത്തരം ചില വിട്ടുവീഴ്ചകൾ പല ജില്ലയിലും പല MLA സഹിക്കേണ്ടി വരും. അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെ MLA വലിയ അല്ലെങ്കിൽ ഇതുവരെയും ആരും തന്നെ കോഴിക്കോട് നിന്ന് വലിയ പരസ്യ പ്രചരണങ്ങൾ അല്ലെങ്കിൽ വലിയ പരാതിയൊന്നുമായിട്ട് ആരും വന്നിട്ടില്ല. അപ്പൊ രാഷ്ട്രീയമേ അവരതെല്ലാം മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വേണമെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുമായി അവർക്ക് 12 MLA രംഗത്ത് വരാമായിരുന്നു. പക്ഷെ ആരും തന്നെ അങ്ങനെ മുന്നോട്ട് വന്നിട്ടില്ല. അവർ വളരെ പക്വതയോടുകൂടി 10 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടി അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് അത് മതി എന്ന് പറയുന്ന ഏറ്റവും പക്വതയാർന്ന നിലപാട് തന്നെയാണ് കോഴിക്കോട് നിന്നുള്ള MLA നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും കോഴിക്കോട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കണ്ടകശനി മാറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അവിടെ പോലും ഒരു MLA മന്ത്രിയാക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്ന സാഹചര്യം തന്നെയാണ്. പരസ്യ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും MLA അടക്കം മുറുമുറുപ്പുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിം ലീഗിനും മുതിർന്ന നേതാവായ പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പകരം കളമശ്ശേരിയിൽ നയിച്ച VE അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനമായിരിക്കുന്നത്. പാറക്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം CPMന്റെ ഒരു പൊന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലം പിടിച്ചെടുത്ത വ്യക്തിയാണ്. ജയന്തിനെ സംബന്ധിച്ചിടത്തോളം CPM മാത്രം ജയിച്ചു വന്ന കോഴിക്കോട് നോർത്ത് പിടിച്ചെടുത്ത വ്യക്തിയാണ്. ഈ മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ കോൺഗ്രസിനും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാളെയെങ്കിലും പരിഗണിക്കാമായിരുന്നു.
അതുമാത്രമല്ല കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം വികസന കുതിപ്പേകാൻ ഞങ്ങൾ അധികാരത്തിലേക്ക് വരണമൊക്കെ വലിയ പരസ്യങ്ങൾ നൽകിയതാണ് ഐക്യജനാധിപത്യ മുന്നണി. 102 സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആ വികസന കുതിപ്പിന് ചിറകു വിടർത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കോഴിക്കോട്ട് ഒരു മോണോറെയിൽ പ്രഖ്യാപിച്ചിരുന്നു. മോണോറെയിൽ പദ്ധതി കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ ടൂറിസം രംഗത്ത് അനന്തമായ സാധ്യതകളുള്ള ജില്ലയാണ്. ആ അനന്ത സാധ്യതകളെ ഇതുവരെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതും കോഴിക്കോട് നിന്ന് സ്വന്തമായി ഒരു ടൂറിസം വകുപ്പ് മന്ത്രി കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ട് പോലും കോഴിക്കോടിനെ ടൂറിസം ഭൂപടത്തിൽ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ, അതോടൊപ്പം അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളുമെല്ലാം കേന്ദ്രീകരിച്ച് സ്പിരിച്വൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള ജില്ലയാണ്. തളി മഹാദേവ ക്ഷേത്രവും പാറപ്പള്ളിയും അടക്കമുള്ള നിരവധിയായ ക്ഷേത്രങ്ങളും, ഒടുങ്ങാക്കാട് മഖാമും അടക്കമുള്ള നിരവധിയായ ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം ഉള്ള അവിടെ സ്പിരിച്വൽ ടൂറിസത്തിനൊക്കെ സാധ്യതകളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തണമെങ്കിൽ കോഴിക്കോടിന് ഒരു മന്ത്രി ഉണ്ടാകണമായിരുന്നു എന്നൊരു ചിന്ത പല ആളുകൾക്കുമുണ്ട്. നിർഭാഗ്യവശാൽ കോഴിക്കോടിന് ഇത്തവണയും അതിനുള്ള ഭാഗ്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഏകദേശം 1.5 പതിറ്റാണ്ടിന് ശേഷം അവർക്ക് MLA-മാരെ ലഭിച്ചിരിക്കുന്നു എന്നൊരു സന്തോഷം അവർക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും സത്യപ്രതിജ്ഞ ഗംഭീരമാക്കാൻ അവർ പരിശ്രമിക്കുമ്പോഴും, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് വലിയ ആഘോഷ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്യുമ്പോഴും തങ്ങൾക്ക് ഒരു മന്ത്രിയില്ല. വിവാഹം ആർഭാടപരമായിട്ട് തന്നെ വിവാഹം കഴിഞ്ഞെങ്കിലും 10 വർഷം കഴിഞ്ഞും കുട്ടി ഉണ്ടായിട്ടില്ല, അതിൻ്റെ ഒരു സങ്കടമുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് UDF പ്രവർത്തകർക്കുള്ളത് എന്നാണ് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് വരും ദിവസങ്ങൾ, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളടക്കം ഇതൊരു വലിയ പ്രചാരണ ആയുധമാക്കാൻ കഴിയുന്ന ഒരു സാധനമല്ലേ കോൺഗ്രസും UDF ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തത്? തീർച്ചയായും പ്രചരണായുധമാക്കാൻ കഴിയുകയും കോഴിക്കോട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ രീതിയിൽ LDF-ന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ മന്ത്രിസ്ഥാനം നൽകാത്തത് ചർച്ചയാകും. പക്ഷെ മറുവശത്ത് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. കോഴിക്കോട് നിന്ന് ഒരു മന്ത്രി ഉണ്ടായിട്ടും എന്ത് വികസനമാണ്, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് കോഴിക്കോട് വന്നത് എന്ന് MLA-മാർക്കും കോൺഗ്രസുകാർക്കും UDF-കാർക്കും സധൈര്യം ചോദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പൊ ഏത് വിഷയത്തിലും വാദപ്രതിവാദങ്ങൾ ഇനി നമ്മൾ കാണേണ്ടി വരും. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ വാദപ്രതിവാദങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകില്ല. അപ്പോൾ ഇനി അതിന്റെ അകത്ത് പ്രധാനമായി വരാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരസ്യമായി, അല്ലെങ്കിൽ പാർട്ടിയെയോ മുന്നണിയെയോ തകർക്കുന്ന രീതിയിലോ മോശപ്പെടുത്തുന്ന രീതിയിലോ കോഴിക്കോട് നിന്ന് ഒരു MLA-മാരുടെ പ്രതികരണവും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരാതിയായിട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം വരികയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് ഈ കാര്യങ്ങൾ നിൽക്കാതെ പോകും. അത് ഇടതുമുന്നണിക്ക് വരുന്ന സർക്കാരിനെതിരെ അടിക്കാനുള്ള ഒരു ആയുധമാവുകയും ചെയ്യും. മറുവശത്ത് അവർ പരസ്യ പ്രതികരണങ്ങളൊന്നും നടത്താതെ ഈ എല്ലാം പാർട്ടി എന്ത് പറയുന്നു അത് അംഗീകരിക്കുന്നു എന്ന നിലപാടെടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഗുണം ചെയ്യുകയും ചെയ്യും.